ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മളെങ്ങനെയാണ് തെങ്ങിനെ കൽപ്പവൃക്ഷം എന്ന് പറയുന്നത്, അതുപോലെ തന്നെയാണ് ചക്കയെ നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ കൽപ്പവൃക്ഷമായിട്ട് നമുക്ക് പ്ലാവിനെ കണക്കാക്കാവുന്നതാണ്. എൻ്റെ കയ്യിരിക്കുന്നത് ചക്ക കട്ട്ലറ്റാണ്. ചക്ക കൊണ്ടുള്ള ഒരു സ്ക്വാഷ്, ചക്കപ്പഴത്തിൻ്റെ സ്ക്വാഷ് കുടിച്ചു. ചക്ക കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. ചക്ക കൊണ്ടുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ചക്ക അതുപോലെ അഗ്രികൾച്ചർ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. ചക്ക തന്നെ, ചക്ക ചുള പഴുത്തതായാലും പച്ചയായാലും അതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് പാക്കറ്റ് ചെയ്യുക, എന്നിട്ട് ചക്കപ്പൊടി എടുക്കുക തുടങ്ങി ധാരാളം കാര്യങ്ങൾ ചക്ക കൊണ്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു യൂണിറ്റാണ്. ചക്ക മാത്രമല്ല, കൂണും മറ്റ് ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് ഈ സംരംഭം എന്ന്. അദ്ദേഹം കർഷകനാണെങ്കിൽ ഇത്തരം സംരംഭം തുടങ്ങുന്നത് ആദ്യമായിട്ടാണ്. വളരെ വിജയമായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടായാലേ കേരളത്തിലെ കൃഷി രക്ഷപ്പെടുള്ളൂ. കൃഷിക്കാരന് വില കിട്ടണമെങ്കിൽ പ്രൊഡക്റ്റിന് മാർക്കറ്റ് വേണം. അത് മൂല്യവർദ്ധിത ആയാലേ പ്രൊഡക്റ്റിന് വില കിട്ടും. അപ്പോൾ ഇവർ വിപണിക്കാരാണ്. ഇവർ നെടുവത്തൂർ വിപണിയിലെ ഭാരവാഹികളാണ്. അപ്പോൾ കർഷകനെന്ന അദ്ദേഹം അവിടുത്തെ മെമ്പറാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര വല്ലം എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഇവിടെ നിന്നിപ്പോൾ ജാക്കിഫൈ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, അതായത് നമ്മുടെ നാട്ടിലെ ചക്ക ഡ്രൈ ഐറ്റങ്ങളാക്കുന്നു, അതുപോലെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് കൂണുകൾ, അതെല്ലാം ഓരോ പ്രോഡക്റ്റുകളാക്കി മാറ്റുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന്. എന്തായാലും നമ്മുടെ സുന്ദരൻ ചേട്ടൻ്റെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. എന്തായാലും സുന്ദരൻ ചേട്ടൻ പുതിയ സംരംഭങ്ങളിലേക്കാണ് പോകുന്നത്. ആ ഒരു സുന്ദരൻ ചേട്ടൻ്റെ സംരംഭത്തിലെ ഒരു പുതിയ ഒരു ചുവടുവയ്പ്പാണ് ഈ കാണുന്നത്. എന്തായാലും ധനകാര്യമന്ത്രി KN ബാലഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ഒരു ധന്യ നിമിഷത്തിലേക്ക് നമുക്ക് പോകാം. ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മൾ ചക്കയുടെ കൂണ് പ്രൊസർഷൻ അങ്ങനെ 2-3 ഐറ്റങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പുതിയ ട്രയർ മേടിച്ചു, ഡീഹൈഡ്രേറ്റ് മെഷീൻ. അതിനകത്തൂടെ നമുക്ക് ചക്ക, കൂണ് ഇതെല്ലാം മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ഇന്നിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിനോടുള്ള അനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് എന്തായാലും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരു ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി ഗവൺമെൻറ് തന്നെ 2 വർഷമാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ നേരെ മറിച്ച് നമ്മൾ ഇന്നിവിടെ ഈ സംരംഭം തുടങ്ങിയിട്ടുള്ള സുന്ദരേട്ടൻ അങ്ങനെയല്ല. സുന്ദരേട്ടൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ എത്തിച്ചു എന്നുള്ളതാണ്. അതിലുപരി അതൊരു 2-3 മാസം കൊണ്ട് വലിയൊരു സംരംഭത്തിൻ്റെ വലിയൊരു യൂണിറ്റിലേക്ക് മിഷനറീസൊക്കെ വെച്ച് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഈ നാട്ടുകാർക്കും വേണ്ടിയിട്ട് ഇന്ന് സമർപ്പിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. ചക്കയും ചക്കേൻ്റെ ഉൽപ്പന്നങ്ങളുമാണ് ചെയ്യുന്നത്. അതുകൂടാതെ മഷ്റൂം, കർഷകരുണ്ടാക്കുന്ന എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളെയും വാല്യൂഡേഷൻ ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ്. വലിയൊരു മാതൃകയാണ് സുന്ദരേട്ടൻ എല്ലാവർക്കും, കേരളത്തിന് തന്നെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിലൊരു സംവിധാനം വെച്ചിട്ട് വളരെ സമയമെടുക്കും ആളുകളൊക്കെ ഇതിലേക്ക് എത്താനായിട്ട്. നേരെ മറിച്ച് കർണാടകയും തമിഴ്നാടൊന്നും അങ്ങനെയല്ല. നമ്മളൊരു പരിപാടി ചെയ്ത് നമ്മളെ കേരളത്തിൽ എത്തുമ്പോഴത്തേക്ക് തന്നെ അവർ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു മാതൃകയാണ് നമ്മളെ സുന്ദരേട്ടൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. കൂണ്, ചക്ക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഒരു പരീക്ഷണമാണ്. ഒരു പരീക്ഷണമല്ല, അത്തരം വിജയകരമായ കാര്യങ്ങൾ നടത്തുന്ന ധാരാളം കൃഷിക്കാരികളുണ്ട്. കാർഷിക മേഖലയിലെ വിവിധ കാര്യങ്ങളും പ്രശ്നങ്ങളും കേരളത്തിൻ്റെ ഭാവിക്ക് അത് നന്നായി സോൾവ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചക്കേനെ നമ്മുടെ സംസ്ഥാന ഫലമാക്കാൻ വേണ്ടിയിട്ട് അമ്പലവയൽ അന്താരാഷ്ട്ര ചക്കമഹോത്സവത്തിൽ 2000 പേർക്ക് ചക്കസദ്യ കൊടുത്തുകൊണ്ട് അന്നത്തെ കൃഷി മന്ത്രി V. സുനിൽകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ നിയമസഭയിൽ നമ്മളൊരു ചക്കസദ്യ നടത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചക്കേനെ സംസ്ഥാന ഫലമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ എത്തിച്ചത്. ചക്കക്കൂട്ടത്തിൻ്റെ വലിയൊരു നേതാവാണ് അനിൽ സാറ്. എന്താ വെച്ചാൽ ഇവിടെ മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞു പോകുന്നു, ഞങ്ങൾ പ്രവർത്തിച്ചു പോകുന്നു. അപ്പം അതിൻ്റെ ഭാഗം തന്നെയാണ് സുന്ദരേട്ടൻ നമ്മളൊരു ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് പിറ്റത്തെ ആഴ്ച തന്നെ ഇവിടെ വന്നിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്തു എന്നുള്ളതാണ്. അത് മാർക്കറ്റ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമാണ് എല്ലാവർക്കും. പക്ഷേ ഞങ്ങൾ ചക്കക്കൂട്ടത്തിൽ മാർക്കറ്റ് ഇല്ല എന്നുള്ള പ്രശ്നമില്ല, സാധനം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. എന്നുവെച്ചാൽ അത് തെളിയിച്ച ഒരാളും കൂടിയാണ് സുന്ദരേട്ടൻ. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് അത് ഇഞ്ചി ഉണങ്ങിക്കഴിഞ്ഞാൽ ചുക്കാവും.
ഇതിനകത്ത് ഇഞ്ചി ഉണങ്ങിക്കഴിഞ്ഞാൽ ഇഞ്ചി ഉണങ്ങിയതാണ് ആവുക, ചുക്കല്ല ആവുക. വീണ്ടും വെള്ളത്തിലിട്ട ഇഞ്ചി പോലെ തന്നെ ആകും, മുളക്കില്ലെന്നേ ഉള്ളൂ. ഏത് പ്രൊഡക്റ്റും ഏത് വരും ഡീഹൈഡ്രേറ്റ് ചെയ്യാം, ജസ്റ്റ് റിമൂവിങ് ദ വാട്ടർ. ചക്കച്ചോള വെച്ചാൽ ഡീഹൈഡ്രേറ്റ് ചെയ്ത് തിരിച്ച് വെള്ളത്തിട്ട ചക്ക വീണിച്ചോളാം. അത് നമ്മൾ വായിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ വായിലിട്ടാൽ തന്നെ വെണ്ടയ്ക്ക ഉണക്കിയതാണ്. തിരിച്ച് വെള്ളത്തിൽ ഇടുമ്പോൾ വീണ്ടും ആ പഴയ 98% റിക്കവറി ചെയ്യും. 98% റിക്കവറി ആവും. മണവും രുചിയും ടെക്സ്ചറും. ഇതിന് പോപ്പുലറായിട്ട് ഈ തേങ്ങ ചിലവ് കരിവേപ്പിലാണ് ചെയ്യുന്നുണ്ടോ? ഇത് അപ്പുറത്ത് അതാ വെണ്ടയ്ക്ക. നമ്മൾ സ്ഥിരമായിട്ട് ഈ തേങ്ങ ചിലവ് ചെയ്ത് ഡീഹൈഡ്രേറ്റ് ചെയ്ത ആൾക്കാർ പാക്ക് ചെയ്ത് വരുന്നത്, അതാണ് ഡീഹൈഡ്രേഷൻ. വീണ്ടും വെള്ളത്തിട്ടാൽ അത് അതുപോലെ റിക്കവർ ചെയ്യും. നമ്മൾ സബ്സിഡി കൊടുക്കും. യൂണിറ്റ് 2 ലക്ഷം രൂപയും നമ്മൾ വെണ്ടയ്ക്ക അരിഞ്ഞ അല്ലെങ്കിൽ വേറെ അരിഞ്ഞ 10 മണിക്കൂർ വെച്ചു. സ്റ്റാർട്ടപ്പിൽ ചിലതിന് കൊടുക്കുന്നുണ്ട്. അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റിന് 10 കോടി രൂപ വരെ 5% പലിശയ്ക്ക് KFCയിൽ നിന്ന് KFC ധനകാര്യ വകുപ്പിൻ്റെ ഞാനതിന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് അനന്തകാലത്തേക്കല്ല, 1-2 വർഷത്തേക്കാണ് കൊടുക്കുക. 10 കോടി രൂപയുടെ ഒരു യൂണിറ്റ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ പഞ്ചായത്ത് വരാൻ ഈ ഇഞ്ചിയുടെ മറ്റേ സ്റ്റോക്ക് എടുക്കുന്ന സ്പൈസസ് സംരംഭങ്ങളെ ഈ സബ്സിഡി കിട്ടുന്നത് പക്ഷേ ഗവൺമെൻറ് അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ പലതും പലിശ വളരെ കുറഞ്ഞ സ്കീമുകൾ കൊടുക്കും. മറ്റൊന്ന് നോക്കണം. നല്ലൊരു വിപണിയാണ് നമ്മുടെ ഈ മേഖലയിലുള്ള നല്ല വിപണിയാണ് നെടുത്തൂർ. മറ്റ് വിപണികളുണ്ട്. നമ്മുടെ കൊട്ടാരക്കര മണ്ഡലത്തിൽ തന്നെ കാർഷിക മേഖലയ്ക്ക് കുറേ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ വിപണിയിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് വില കിട്ടും. ഇത് പ്രൊഡക്റ്റ് ആക്കാം, ഇത് സൂക്ഷിക്കാം. കുറച്ചുകൂടി വിപുലമായ സൗകര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള ഇത്തരം സ്ഥാപനങ്ങൾ വരുന്നതിനെല്ലാം സപ്പോർട്ട് നമ്മളെല്ലാം കൊടുക്കണം. ഗവൺമെൻറ് അക്കാര്യത്തിന് ഒപ്പമുണ്ട്. എൻ്റെ പേര് മേരി ജോൺ എന്നാണ്. ഞാൻ എറണാകുളത്തു നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ചക്കക്കൂട്ടത്തിൽ പോയത് ചാലക്കുടിയിലാണ്. അവിടെ വെച്ചാണ് ഇതിൻ്റെ പല വിഭവങ്ങൾ, അന്ന് തന്നെ ഒരു ദിവസം തന്നെ ഒരു 10-40 വിഭവങ്ങൾ ഞങ്ങളുടെ മാഡം ഉണ്ടാക്കി തന്നു. അതിൻ്റെ ചകിണി വെച്ച്, പിന്നെ ഏറ്റവും രസം എന്ന് പറയുന്നത് ഇതിൻ്റെ ചക്കക്കുരുവും കൊണ്ടുള്ള കാപ്പിപ്പൊടിയായിരുന്നു. നമ്മൾ ആ കാപ്പിപ്പൊടി കുടിച്ചാൽ നമ്മുടെ ഒറിജിനൽ കാപ്പിയും കൂടെ തോറ്റുപോകും. അതുപോലത്തെ രീതിയിലായിരുന്നു ചക്കക്കുരും കൊണ്ടുള്ള കാപ്പിപ്പൊടി. പിന്നെ ചക്കയുടെ മുള്ള് വെച്ച് പൽപ്പൊടി, നല്ല ഉഗ്രം പൽപ്പൊടിയായിരുന്നു. ഉണ്ടാക്കാമെന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. സൂപ്പറാണ്, നല്ലതാണ്. മറ്റ് ബിരിയാണികളെ കഴിക്കുന്നതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിലുള്ള ബിരിയാണിയാണ്. ചിക്കൻ പീസാണ്, ചക്കയുടെ ചിക്കൻ പീസ്. അതെ, ഇത്രയും പ്രായത്തിനിടയിൽ വെച്ച് നമ്മളിത് നേരത്തെ കഴിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. നല്ല ചിക്കൻ ബിരിയാണി, നല്ല ചിക്കൻ ബിരിയാണി പോലെ ഇരിക്കുന്നു. ഇല്ല, ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്. ഒരുപാട് ചിക്കൻ പീസൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു പ്രായത്തിനിടയിൽ ഇതേപോലെ ചക്ക ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? ഇതുപോലെ ചക്ക ബിരിയാണി കഴിച്ചിട്ടുണ്ടോ നേരത്തെ? ഇല്ല, ചക്ക ബിരിയാണി കഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്തത്. എത്ര വയസ്സുണ്ട്? ഇപ്പോൾ എനിക്ക് 75. 75 വയസ്സുണ്ട്. 75 വയസ്സിനുള്ളിൽ ഇത് ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഇത് രുചിച്ച് ഞാൻ 1-2 പ്രാവശ്യം കഴിച്ചിട്ടു. കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. ആ, നമുക്കിപ്പോൾ ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നല്ല ചക്ക ബിരിയാണി അടിപൊളിയായിട്ട് കഴിക്കാം അല്ലേ? കഴിക്കാം. ഓക്കെ, എൻ്റെ പേര് വിദ്യൻ പണിക്കർ, ചിറയൻകീഴ്, തിരുവനന്തപുരം ജില്ലയാണ്. ഞാൻ ഈ ചക്കക്കൂട്ടത്തിലൊരു സജീവ പ്രവർത്തകനാണ്. എനിക്ക് ചക്കക്കൂട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശ്രീ അനിൽ ജോസ് സാറ് ചക്കയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള 1-2 ട്രെയിനിങ് PP യൂണിറ്റ് എൻ്റെ ഒരു ക്ലാസ് വന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലാവും. പ്രീ പ്രോസസ്സിങ് യൂണിറ്റിൻ്റെ ഒരു ക്ലാസ്സിൽ വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലായത്.
ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ ട്രെയിനിങ് പ്രോഗ്രാം ശ്രീമതി പത്മിനി മാഡത്തിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഏകദേശം 20 ദിവസങ്ങൾ ഒരു 6-7 ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തു. അതായത് തിരുവനന്തപുരത്ത് 2 ട്രെയിനിങ് പ്രോഗ്രാം, ചാലക്കുടിയിൽ ബാക്കിയുള്ള ദിവസങ്ങളിലുള്ള പ്രോഗ്രാമിലാണ് പങ്കെടുത്തത്. ശ്രീ സുന്ദരൻ അവർകൾ ഞങ്ങളോടൊപ്പം ഫസ്റ്റ് ട്രെയിനിങ്ങിൽ അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളുടെ സാധ്യതകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ അന്ന് തന്നെ ഞങ്ങൾ മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ സ്വപ്രയത്നത്താൽ ഇത്രയും വലിയൊരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയും അതുകൊണ്ട് ഞങ്ങൾ ഏകദേശം ഒരു 15-ൽ പരമുള്ള കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള സന്നദ്ധ പ്രവർത്തകർ വന്ന് ഇതിൽ പങ്കെടുക്കുകയും അവരെല്ലാം ഇതിൽ ഭാഗമാക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ അകമൊഴിഞ്ഞ സംഭാവനകൾ കൂടെ ഉണ്ടാവും. ചക്ക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ക്യാൻസറിൻ്റെ സെല്ലുകൾ വരെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു അമൂല്യ വസ്തുവാണ്. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടണമെന്നതുകൊണ്ട് സാധാരണ കർഷകർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്നില്ല. അതാണ് സത്യം. ഞാൻ ബാലകൃഷ്ണൻ, കോഴിക്കോടാണ്. കേരളത്തിലെ ചക്കക്കൂട്ടം ജാക്ക് ഫ്രൂട്ട് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു സംഘടന ശ്രീമാൻ അനിൽ ജോസിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിക്കഴിഞ്ഞ കാലം മുതൽക്ക് ഈ ഗ്രൂപ്പിലാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 40,000-ഓളം പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം പാഴായി പോകുന്ന ചക്ക സംസ്കരിച്ച് മനുഷ്യന് നമ്മളുടെ ആരോഗ്യത്തിന് ഗുണകരമാവുന്ന രീതിയിൽ സംസ്കരിച്ചെടുക്കുക, അതിൽ നിന്ന് സമ്പത്തുണ്ടാക്കുക, പിന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എൻ്റെ വീട്ടിൽ 10-14 പ്ലാവുണ്ട്. അത് എല്ലാ വർഷവും കായ്ക്കുന്നുണ്ട്. അതിൽ നിന്നുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ ഒരു 50,000 കുറയാത്ത തുക ഞാൻ അതിൽ നിന്ന് മൂല്യവർദ്ധിതമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ചെറുപ്പകാലം മുതൽക്കേ നമ്മളെ വീട്ടിൽ ചക്കക്കുരു പ്രോസസ്സ് ചെയ്ത് സൂക്ഷിക്കും, ചക്കച്ചുള ഉണക്കി സൂക്ഷിക്കും, ചക്ക കൊണ്ട് പിന്നെ വിരകി സൂക്ഷിക്കും. ഇതൊക്കെ ചെയ്യാറുണ്ട്. പായസം ഉണ്ടാക്കാൻ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അത് ഇന്ന് അതിനേക്കാൾ മൂല്യവർദ്ധിതമായിട്ട് 1000-ലേറെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളതാണ് ഇതിൻ്റെ പിന്നെ വക്താക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളത് ഏറ്റവും നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യണം. വൈവിധ്യമാർന്ന പ്രോസസ്സിംഗ് മെഷീനറികൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ വലിയൊരു വളർച്ച ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. ചക്ക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആരോഗ്യത്തിലേക്ക് എല്ലാ തരത്തിലുള്ള ആരോഗ്യദായകമായിട്ടുള്ള സെൽ ജനറേഷന് വേണ്ടി നന്നാവാൻ ആവശ്യമായിട്ടുള്ള ധാരാളം പോളിഫിനോളുകൾ, ആൽക്കലോയിഡുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ഫ്ലവനോയിഡുകൾ ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണമായത് കാരണം എല്ലാ രോഗത്തെയും ചെറുത്ത് ആരോഗ്യം തൃപ്തികരമാക്കാൻ കഴിവുള്ള ഈ ചക്കയെ നമ്മൾ മനസ്സിലാക്കണം. അതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്യണം. പണ്ടുകാലത്തെ പിന്നെ പാവങ്ങൾക്ക് വിശപ്പുള്ളവർ ഇത് നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു, അവർ ഉപയോഗിച്ചിരുന്നു. അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. 1 വർഷമൊക്കെ 6 മാസമായി. ഇതിനകത്ത് ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ഇട്ട് വേവിച്ചിട്ട് ഇതിങ്ങനെ ഇടിച്ചക്കയാണ് എടുക്കേണ്ടത്. ഇത് ഇടിച്ചക്ക കട്ട്ലേറ്റാ? ഇടിച്ചക്കയാ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. ഇത് മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് വേവിച്ച് ചിക്കൻ മസാല ഇട്ട് അത് ഉടച്ചെടുത്തിട്ട് പിന്നെ ബ്രെഡിൻ്റെ പൊടിയും കൂടി ഇട്ട് പെരട്ടണം. ഇതെന്തോ പൊടി? ഇത് ബ്രെഡിൻ്റെ പൊടിയാണ്. അതുകൂടി ഇട്ട് പെരട്ടിയിട്ട് ഇങ്ങനെ കട്ട്ലറ്റ് രൂപത്തിലാക്കിയിട്ട് പിന്നെ കോൺഫ്ലവർ കലക്കിയിട്ട് അതിനകത്ത് മുക്കിയിട്ട് ബ്രെഡിൻ്റെ പൊടിക്കകത്ത് തന്നെ വീണ്ടും പെരട്ടണം. എന്നിട്ട് പൊരിച്ചെടുക്കണം.